പ്രശസ്തയായ ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായികയാണ് സിസ്റ്റ്ല ജാനകി എന്നറിയപ്പെടുന്ന എസ് ജാനകി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിന്നണി ഗായികമാരിൽ ഒരാളാണ്. തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി, തമിഴ്, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്കണി, ആസാമീസ്, സിന്ധി തുടങ്ങി 17 ഭാഷകളിൽ ഏകാന്തഗീതം, യുഗ്മഗാനം, കോറസ് മുതലായ പലതരത്തിലുള്ള 48,000-ഓളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ ഇംഗ്ലീഷ്, ജപ്പാനീസ്, അറബിക്, ജർമ്മൻ, സിംഹള എന്നീ ഭാഷകളിലും പാടിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ യഥാക്രമം കന്നഡ, മലയാളം എന്നീ ഭാഷകളിലാണ്. 1957 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ തുടങ്ങിയ ജാനകിയുടെ സംഗീതം സബരിയ 6 പതിറ്റാണ്ടിന് ശേഷം 2017 സംഗീത ലോകത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ അവസാനിച്ചു. 2026 ജൂലൈ 11 അവർ അന്തരിച്ചു. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3-ാം വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങി. അവരുടെ പിതാവ് സിസ്റ്റ്ല ശ്രീരാമമൂർത്തി ഒരു ആയുർവേദ ഡോക്ടറും അധ്യാപകനുമായിരുന്നു. തൻ്റെ ബാല്യത്തിൻ്റെ ഭൂരിഭാഗവും ജാനകി സിർസില്ലയിൽ ചെലവഴിച്ചു. അവിടെ 9-ാം വയസ്സിൽ വേദിയിൽ ആദ്യ അവസരം ലഭിച്ചു. നാദസ്വര വിദ്വാൻ പൈഡി സ്വാമിയിൽ നിന്നാണ് അവർ സംഗീതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചത്. ശാസ്ത്രീയ സംഗീതത്തിൽ അവർ ഒരിക്കലും ഔപചാരിക പരിപാലനം നേടിയിട്ടില്ല. 10-ാം വയസ്സിൽ പൈഡി സ്വാമിയുടെ കീഴിൽ ശാസ്ത്രീയ സംഗീത പഠനം ആരംഭിച്ചു. ജാനകിയുടെ സംഗീത വാസന വളർത്തുന്നതിൽ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖർ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സംഗീത പഠനത്തിനായി പിൽക്കാലത്ത് മദ്രാസിലെത്തി. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയമായത്. വൈകാതെ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജോലി ലഭിച്ചു. 1957 19-ാം വയസ്സിൽ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചിലപ്പതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. തെലുങ്ക് ചിത്രമായ MLL അവസരം ലഭിച്ചതിനു ശേഷം ജാനകിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഭാഷകളെ നിഷ്പ്രഭമാക്കിയ ആ സ്വരമാധുരി ലക്ഷക്കണക്കിന് ആളുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് 14 തവണയും, തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡ് 7 തവണയും, ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ അവാർഡ് 10 തവണയും ഈ ഗായിക സ്വന്തമാക്കി. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈകാമണി പുരസ്കാരം 1986 സുർസിംഗർ അവാർഡ് 1987 കേരളത്തിൽ നിന്നും സിനിമ ആർക്കൈവർ അവാർഡ് 2002 സ്പെഷ്യൽ ജൂറി സ്വരലയ യേശുദാസ് അവാർഡ് 2005 ലഭിച്ചു. 2013 പത്മഭൂഷൺ ലഭിച്ചുവെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ജാനകി ഇത് നിരസിക്കുകയുണ്ടായി. ഗായിക എന്ന നിലയിൽ നിറഞ്ഞു നിൽക്കുന്നതിനു പുറമെ ജാനകി ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. നിരവധി തമിഴ്, തെലുങ്ക് ചിത്രങ്ങൾക്കു വേണ്ടി അവർ ഗാനങ്ങൾ എഴുതി. ഭർത്താവ് വരേതനായ വി രാമപ്രസാദ് ആണ്. 1959 അവരുടെ വിവാഹം. ജാനകിയുടെ കരിയറിനെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം അവരുടെ മിക്ക റെക്കോർഡുകളിലും അവരോടൊപ്പം ഉണ്ടായിരുന്നു. 1997 ഹൃദയാഘാതം മൂലം അദ്ദേഹം മരിച്ചു. ഭർത്താവിൻ്റെ മരണശേഷം ജാനകി സിനിമാ രംഗത്ത് സജീവമല്ലാതായി. കൂടുതൽ സമയവും പ്രാർത്ഥനയായി ചെലവിടുന്ന അവർ ഇടയ്ക്ക് ഭക്തിഗാന കാസറ്റുകൾക്ക് വേണ്ടി പാടിയിരുന്നു. ഏകമകൻ മുരളീകൃഷ്ണ ജനുവരിയിൽ മരിച്ചതിനെ തുടർന്ന് പേരക്കുട്ടി അപ്സരയുടെ കൂടെയായിരുന്നു മൈസൂരുവിൽ താമസം. മൈസൂരുവിലെ ബൊഗാദിയിലെ വീട്ടിൽ വെച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പനിയും ശ്വാസതടസ്സങ്ങളും അനുഭവപ്പെട്ട ജാനകിയെ മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 2026 ജൂലൈ 11 ശനിയാഴ്ച മൈസൂരുവിലെ അപ്പോളോ BGS ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് ജാനകി അന്തരിച്ചു. മരുമകൾ ഉമ, പേരക്കുട്ടി അപ്സര, വിദ്യുല എന്നിവർ അവസാന നാളുകളിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്ന എസ് ജാനകിയുടെ അന്ത്യകർമ്മങ്ങൾ മൈസൂരുവിലെ കനിയനഹുണ്ടി ഫാം ഹൗസിൽ എസ് ജാനകിയുടെ പേരക്കുട്ടി അപ്സര നിർവഹിച്ചു.